ശ്രാവൺ മൊത്തത്തിലെ ഈ പാട്ട് ഒരു സ്വകാര്യം പറയുന്ന പോലെയാണ് എനിക്ക് കേട്ടത്. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയാണ്? സ്വയംവര ചന്ദ്രികേ നിന്റെ ശബ്ദത്തിന്റെ ആണോ അത് നീ അങ്ങനെ ആക്കി പാടുന്നതാണോ? അതോ ഞങ്ങൾക്കല്ലേ ഇത് പാടി തന്നെ? നീ നന്നായിട്ട് പാടി, ആദ്യമേ അത് പറയട്ടെ, ടെൻഷൻ ആവണ്ട. ഗംഭീരമായിട്ട് പാടി, അതൊക്കെ ഓക്കെ. ഞാൻ പാടിയത് എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ജയേട്ടൻ പാടിയിരിക്കുന്ന പാട്ട് ജയേട്ടൻ വേറെ ടൈപ്പ്. പക്ഷെ സാർ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. സ്വകാര്യം പറഞ്ഞു കേൾക്കുന്നത് നമ്മളിങ്ങനെ, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്വകാര്യം നമ്മളോട് പേഴ്സണൽ ആയിട്ട് പറയുന്ന പോലെയല്ലേ എന്റെ അർത്ഥം? അതെ തീർച്ചയായിട്ടും. ആരോ എവിടെയോ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. ചോദിച്ചോ സാധനം കിട്ടി ശരിക്കും? അല്ല ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് വരേണ്ട കാര്യം എന്തായിരിക്കണേ? തുറന്ന് എല്ലാവരോടും പറയണ്ടേ? ഇത് ഒരു സ്വകാര്യം ഒരാളോട് പറയുന്ന പോലെയാണ് പാടിയത്. ഒളിച്ചിട്ടുള്ള പ്രേമാണ്. അല്ലെ, പോട്ടെ പോട്ടെ പോട്ടെ. അല്ല അങ്ങനെ ശരി, അടുത്തതിലേക്ക് പോവാം. മോനെ, ഈ പാട്ട് തുടങ്ങുമ്പോഴേ എപ്പോഴും നമുക്ക് അവിടെ കീബോർഡ് പ്ലേയേഴ്സ് ഒന്നെങ്കിൽ അവര് ഇത് അത്ര എളുപ്പമല്ല. ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ പാട താരാ എന്നൊക്കെ പാടാ, ഗാരിസനി സാരി അങ്ങനെ പാടാ. ഗ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളിവിടുന്ന് സൂചിയിൽ എറിയില്ലേ, ശരിക്കും ആ ഉന്നത്തിൽ ടാർഗറ്റിലെത്താൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നമ്മളത് പതുക്കെ അതിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ അത് സെക്കൻഡ് ടൈം പാടിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് സ്വയംവരം റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, അവിടെ നന്നായി. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? എന്താ നീ ചെയ്തത്? അല്ല, കുറച്ച് ഒതുക്കി പാടി. ഒതുക്കിയതൊന്നുമില്ല. സ്വയം എന്ന് പാടുന്നതിനെ സ്വയം, അതായത് ഷഡ്ജത്തിന് താരി തര ടാരി പറഞ്ഞ ശ്രുതി കിട്ടും. അന്ന് ശ്രുതി ഇട്ട് കൊടുത്തേ. ഇത് വെറുതെ സ്ട്രെയിറ്റ് ആവാണ്ട് സ്വയം സ്വയം. ഇപ്പൊ ശ്രുതി കറക്റ്റായി. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയാലും ശ്രുതി കറക്റ്റ് ആവും, കാരണം ശ്രുതി കിട്ടി. ഇപ്പൊ അവിടെ ഇപ്പൊ ടേക്കിൽ പാടുമ്പോൾ, അതായത് എപ്പോഴും ഒരു നോട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകതയാണ്, അത് താഴെയുള്ള ഒരു നോട്ടിൽ നിന്ന് അതിലേക്ക് എത്തിക്കണം. അത് കേൾക്കരുത്. നമ്മൾ സ്ട്രെയിറ്റ് ആ നോട്ടിലേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എടുത്ത് വെക്കുന്ന പോയിന്റ് പോലെ സൂചിയിൽ കോർക്കുന്ന പോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോവും. അതാണ് ഈ അശ്രുതി കുറച്ച് മിസ്സാവുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. എല്ലാ നോട്ടുകളും ലയിക്കാൻ നോക്കുക. നമ്മൾ ലയിക്കാനായിട്ട് നോക്കണം, അപ്പോഴാണ് ആ ലയം വരിക. യു ഗോട്ട് ദ പോയിന്റ്. പിന്നെ സംഗതികളൊക്കെ പാടുന്നുണ്ട്. ഈ ചില സ്ഥലത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നിടത്ത് മാത്രം ചെറിയൊരു ശ്രുതിയുടെ കുഴപ്പമുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊക്കെ കിട്ടിക്കാം. യു നോ ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ലെഗ്. ഇനി ഇവിടെ അങ്ങോട്ട് ഇരിക്കല്ലേ, ദിസ് ഈസ് ഇത് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചില അടുത്ത ഇതൊക്കെ ഓക്കെയാണ് 100% കഴിഞ്ഞിട്ട് വരരുത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വളരെ പതുക്കെ പറയുന്നുള്ളൂ, മിതമായിട്ട്. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് നിന്റെ ഈ ഒതുക്കി പാടുന്നത്. ഇങ്ങനെ ആ ശബ്ദത്തിന്റെ എന്താ എനിക്കറിയാം, ശബ്ദത്തിലുള്ളതാണോ അങ്ങനെ, അതോ ഈ സ്വകാര്യം നാച്ചുറൽ ആയിട്ടാണോ ഈ സ്വകാര്യം മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നത്, അതോ അത് അങ്ങനെ? അത് ചോദിക്കും, ജീവ ചോദിക്കുക. അത് പറയുമ്പോ ഒരു വെപ്രാളം, ഒരു ടെൻഷൻ, എന്തോ ഒരു വിറവല് പോലെ. ഞാനൊന്ന് സെറ്റിലായിട്ട് ചോദിക്കാം. ഞാൻ എന്റെ ഓർമ്മയിലുണ്ട്, നമ്മുടെ റഡാറിൽ പെടാതെ ആരും പോവില്ല. ശ്രാവൺ, വെരി നൈസ് മാൻ, വെരി നൈസ്. ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.